ഹേ ഗായ്സ്, വെൽക്കം ടു എ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ അതുവിൻ്റെ ഫസ്റ്റ് ബോട്ട് യാത്രയാണേ. ഞങ്ങൾ പോകാൻ പോണത് മോൾഡീവ്സിലെ വില്ലിംഗ്ലി ഐലൻഡിലോട്ടാണ്. നമ്മൾ താമസിക്കുന്നത് മാലെ ഐലൻഡിലാണേ. വില്ലിംഗ്ലി ഐലൻഡ് എന്ന് പറയുന്നത് വെരി നെക്സ്റ്റ് ഐലൻഡ് ഫ്രം മാലെ. നമ്മളിപ്പോൾ ഫെറി ടെർമിനൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഫെയർ 3.25 റുപ്പിയാണ് പെർ പേഴ്സൺ. നമുക്ക് രണ്ടുപേർക്കേ ടിക്കറ്റ് ആയിട്ടുള്ളൂ, മോനായിട്ടില്ല. നമ്മളിപ്പോൾ ടെർമിനലിൽ വെയിറ്റ് ചെയ്യുകയാണ് ബോട്ട് വരാനായിട്ട്. ഐലൻഡിൽ നിന്നൊരു ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബോട്ടിൽ കയറാം. അതിൻ്റെ ഫസ്റ്റ് ബോട്ടാണ്. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ ഇത്രയും തിരക്കുണ്ടാവാറില്ല. ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐലൻഡിൽ നിന്നും ഒരു 10 മിനിറ്റ്സേ ഉള്ളൂ വില്ലിംഗ്ലി ഐലൻഡിലോട്ട്. അത് നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ അതിനെ എൻ്റെ മടിയിലാണ് കേട്ടോ എടുത്തിരുന്നത് അറ്റത്ത്. അപ്പം മാലെ ഐലൻഡിലുള്ള ഈ ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് IGMH, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. മാലെ ഐലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിംഗ് ആണിത് കേട്ടോ. സ്പീഡ് ബോട്ട് എടുത്തോടെ പോയപ്പോൾ അതൊന്ന് പേടിച്ചു പോയി കേട്ടോ. ഫൈനലി നമ്മളിപ്പോൾ വില്ലിംഗ്ലി ഐലൻഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ മാലെ ഐലൻഡ് വെരി ഡെൻസ് പോപ്പുലേഷനാണ് കേട്ടോ. പക്ഷേ വില്ലിംഗ്ലി ഐലൻഡ് എന്ന് പറയുന്നത് വളരെ പീസ് ആൻഡ് കാമായിട്ടുള്ള ഒരു ഐലൻഡാണ്. അധികം പോപ്പുലേഷൻ ഇല്ല, വെഹിക്കിൾസ് കുറവാണ്. ഉള്ള വെഹിക്കിൾസൊക്കെ ഇലക്ട്രിക്കാണ്. അപ്പോൾ നോയിസ് പൊല്യൂഷൻ അങ്ങനെ ഒന്നുമില്ല. വളരെ പീസ് ആൻഡ് കാമായിട്ടുള്ള ഒരു ഐലൻഡാണിത്. നമുക്ക് എപ്പോഴെങ്കിലും മനസ്സിന് കുറച്ച് സ്ട്രെസ്സൊക്കെ തോന്നുമ്പോൾ നമ്മൾ വില്ലിംഗ്ലി ഐലൻഡിലോട്ടാണ് വരാറ്. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐലൻഡാണ് കേട്ടോ. ഇതൊക്കെ ഫിഷിംഗ് ബോട്ടുകളാണ്. നമ്മളിപ്പോൾ ബീച്ച് സൈഡിലോട്ടാണ് പോണത്. കുഞ്ഞിനെ ഒന്ന് ബീച്ചിൽ ഇറക്കണം. അവൻ്റെ ഫസ്റ്റ് ബീച്ച് എക്സ്പീരിയൻസ് ആണിത്. അതോടൊപ്പം നമുക്ക് സൺസെറ്റ് വന്ന് കാണണം. ഒരു ചായയും കുടിച്ചിരുന്ന് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വില്ലിംഗ്ലിയിലോട്ട് വന്നത്. അപ്പോൾ കുറച്ച് നേരം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. വില്ലിംഗ്ലി ബീച്ച് സ്നോർക്കലിങ്ങിന് ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി റീഫാണുള്ളത്. ഞങ്ങൾ ഒത്തിരി തവണ ഇവിടെ വന്ന് സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ ഷോർട്സായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒത്തിരി വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കയാക്കിങ്, പെഡൽ ബോട്ടിങ്, ജെറ്റ് സ്കി. അത് നല്ല ഹാപ്പിയാണ് കേട്ടോ. അവൻ എഴുന്നേറ്റ് കളിക്കുന്നൊക്കെ ഉണ്ട്. ചേട്ടന്മാരവിടെ വോളിബോൾ കളിക്കുന്നതൊക്കെ അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അവൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ. അവന് താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങി അവൻ മണ്ണ് വാരി തിന്നും, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവന് മേലെ ഇരുത്തിയിരിക്കുന്നത്. സൺസെറ്റ് ആവാറായി. അപ്പോൾ ചേട്ടൻ പോയി ചായയും സോസേജുമാണ് മേടിച്ചുകൊണ്ട് വന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഒരു ചായ കുടിച്ചിരിക്കാം.
ഇത് കണ്ടോ, ഇതാണ് സ്ക്രൂ പൈൻ. ട്രോപ്പിക്കൽ ഐലൻഡ്സിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഫ്രൂട്ടാണ് ഇത്. ഇതിന് കണ്ടോ ലാർജ് എക്സ്റ്റെൻസീവ് റൂട്ട് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഇറോഷനൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യും. ഇതിപ്പോൾ എല്ലാം ചെറുതാണ്. ഇതൊന്ന് റൈപ്പൺ ആയിട്ടുണ്ട്, പക്ഷേ ഇത്രയല്ല, ഇത് കുറച്ചുകൂടെ വലിയ സൈസാവും. ഇത് ഇവിടെ കേക്ക്സിലും ഡെസേർട്ടുമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് സക്ക് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ ഒന്ന് വലുതാകുമ്പോൾ. ഇതിപ്പോൾ എല്ലാം നല്ല ചെറുതാണ്. മോൻ അവിടെ ഇരുന്ന് എന്നെ ബോട്ടിൽ ഫീഡ് ചെയ്തിട്ട് സൺസെറ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും വില്ലിംഗ്ലി ഫെറി ടെർമിനലിലോട്ട് പോയി. ഈ ഐലൻഡിനുള്ളിൽ ബസ് സർവീസും അവൈലബിൾ ആണ് കേട്ടോ. തിരിച്ച് നമ്മൾ ഫെറിയുടെ അവിടെ എത്തി, ടിക്കറ്റ് എടുത്തു. അത് നല്ല ഉറക്കമാണ്. ബോട്ട് എത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ബോട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിൽ കയറാം. അത് നല്ല ഉറക്കമായി. അപ്പോൾ തിരിച്ചുള്ള ബോട്ട് ജേണിയിൽ അവൻ ഫുൾ ഉറക്കമാണ്. ഇവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് വില്ലിംഗ്ലി ഐലൻഡിലോട്ട് ടാക്സിയിലോട്ട് വരാം. ഇപ്പോൾ ഇവിടെ മാൽദീവ്സിൽ ആകെ ഒരു പാലമാണ് കേട്ടോ ഉള്ളത്. അത് മാല ഐലൻഡിൽ നിന്നും ഹുളുമാല ഐലൻഡിലോട്ട് പോകുന്ന ഒരു പാലം മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാ ഐലൻഡ് ടു ഐലൻഡ് പോകാനും നമുക്ക് ഫെറി സർവീസാണ് യൂസ് ചെയ്യേണ്ടത്. ഫൈനലി നമ്മുടെ മാല ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. കുഞ്ഞിപ്പോഴും സ്റ്റിൽ നല്ല ഉറക്കമാണ്. സോ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.